നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രശസ്തി നശിപ്പിക്കുന്നുണ്ടാകാം. നിരുപദ്രവകരമെന്ന് തോന്നുന്ന, മിക്കവാറും അദൃശ്യമായി തോന്നുന്ന ചില ശീലങ്ങളുണ്ട്. പക്ഷേ അവ പതുക്കെ ആളുകൾക്ക് നിങ്ങളോടുള്ള ബഹുമാനത്തെ ഇല്ലാതാക്കുന്നു. ഏറ്റവും മോശം കാര്യം, നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ അവ വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അറിയാതെ നിങ്ങൾ എല്ലാ ദിവസവും ഈ രീതികൾ ആവർത്തിക്കുന്നുണ്ടാകാം എന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഇമേജിനെ നിശബ്ദമായി നശിപ്പിക്കുന്ന 4 വിഷശീലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. നിങ്ങളെ ഗൗരവമായി കാണാനും ബഹുമാനിക്കാനും ഓർമ്മിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയിൽ ഓരോന്നും നിങ്ങൾ അറിയുകയും ഇല്ലാതാക്കുകയും വേണം. ബഹുമാനം അപ്രത്യക്ഷമാകുമ്പോൾ അത് അപൂർവമായി യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. ചെറിയ പ്രവൃത്തികളുടെയോ ഒഴിവാക്കലുകളുടെയോ ഫലമായാണ് കാലക്രമേണ നിശബ്ദമായൊരു ചെലവ് ശേഖരിക്കപ്പെടുന്നത്. ഈ പാറ്റേണുകൾ വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്ന ഒരു തത്വചിന്തയുണ്ടെങ്കിൽ അത് സ്റ്റോയിസിസമാണ്. റോമിലെ ചക്രവർത്തിയായ മാർക്കസ് ഔറേലിയസ് എഴുതി, ഒരു നല്ല മനുഷ്യൻ എന്തായിരിക്കണമെന്ന് വാദിക്കാൻ ഇനി സമയം പാഴാക്കരുത്. സമാനമായൊരു വികാരം ഇവിടെയും ബാധകമാണ്. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കുക. ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം സത്യസന്ധതയോടെ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക എന്നതാണ് സെനിക്ക പറഞ്ഞത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതാണ്. മുഖംമൂടികളില്ലാതെ, ഒഴികഴിവുകളില്ലാതെ ഉള്ളിലേക്ക് നോക്കുക. ചെറുതായി തോന്നുമെങ്കിലും നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ ശക്തിയുള്ള 4 ശീലങ്ങൾ ഞങ്ങൾ തിരിച്ചറിയും. അതിലും മോശമായി നിങ്ങളുടെ ആത്മവിശ്വാസം. എന്റെ ജീവിതത്തിലുടനീളം ഞാൻ ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ ദൈനംദിന ജീവിതത്തിൽ സ്റ്റോയിക് തത്വങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ബന്ധങ്ങളിൽ യഥാർത്ഥ മാറ്റങ്ങളും കൂടുതൽ ബഹുമാനവും കൂടുതൽ സന്തുലിതാവസ്ഥയും കൂടുതൽ വ്യക്തതയും ഞാൻ കാണാൻ തുടങ്ങിയത്. അതിനാൽ നിങ്ങൾ ഈ ചിന്തയ്ക്ക് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. സുഖമായിരിക്കൂ, കാരണം അടുത്തതായി വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ വിമോചനവും. ഗോസിപ്പ്, ബന്ധങ്ങളുടെ നിശബ്ദ വിഷം. ബഹുമാനത്തെ നശിപ്പിക്കുന്ന ആദ്യ പെരുമാറ്റം ഒരുപക്ഷേ ഏറ്റവും സാധാരണവും ഏറ്റവും കുറച്ചു കാണപ്പെടുന്നതുമാണ് ഗോസിപ്പ്. അതെ, ഗോസിപ്പ് നിരുപദ്രവകരമാണെന്ന് തോന്നുന്നു. വാട്ടർ കൂളർ സംസാരം, ഒരു സാമൂഹിക ബന്ധം, ഒരു ദിനചര്യയുടെ മധ്യത്തിൽ ഒരു നിരപരാധിയായ ശ്രദ്ധ തിരിക്കുന്നതുപോലെ. എന്നാൽ ഇതാ അസംസ്കൃത സത്യം. നിങ്ങളോട് ഗോസിപ്പ് ചെയ്യുന്നയാൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യും. നിങ്ങൾ ഈ ഗെയിമിൽ ഏർപ്പെടുമ്പോൾ ദുരുദ്ദേശ്യമില്ലാതെ പോലും നിങ്ങൾ ശക്തവും നിഷേധാത്മകവുമായ ഒരു സന്ദേശമയക്കുന്നു. ഞാൻ വിശ്വസനീയനല്ല, എനിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. കോളേജിൽ എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നു. ഗോസിപ്പ് പരിസ്ഥിതിയുടെ ഭാഗമാണെന്ന് തോന്നി. സംഭാഷണങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അത് മിക്കവാറും ഒരു കൂട്ടായ വിനോദമായിരുന്നു. ആരോടൊപ്പമാണെന്ന് വിശകലനം ചെയ്യുക, വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിൽ ചിരിക്കുക, സാഹചര്യങ്ങളെക്കുറിച്ച് ഊഹിക്കുക. ഒരു സഹപാഠി, നമുക്കവളെ സാറ എന്ന് വിളിക്കാം, ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളവളായിരുന്നു. ഒരു ദിവസം അവൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയോട് പ്രണയമുണ്ടെന്ന് ഗ്രൂപ്പിൽ പ്രചരിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ അടുപ്പമുള്ള വിശദാംശങ്ങൾ പടർന്നു. ഒരു തമാശയായി. സാറ പൂർണ്ണമായും നിശബ്ദയായി. അവൾ നിശബ്ദമായി അകന്നുനിന്ന രീതി അത് കണ്ട എല്ലാവരിലും ഒരു മുദ്ര പതിപ്പിച്ചു. അപ്പോഴാണ് ഗോസിപ്പ് ഒരിക്കലും ഒരു സാധാരണ സംഭാഷണമല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതെപ്പോഴും ഒരാളിൽ ഒരു മുറിവ് അവശേഷിപ്പിക്കുന്നു. സ്റ്റോയിക്സ്, പ്രത്യേകിച്ച് എപ്പിക്റ്റിറ്റോ, ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ അത് ആവർത്തിക്കരുത്. അത് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ അത് പറയരുത്. അത് ശ്രദ്ധിക്കരുത്. ഗോസിപ്പ് നിങ്ങളെ ചെറുതാക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുന്നു. അവർ നിശബ്ദത പാലിച്ചാലും അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ വ്യക്തി അങ്ങനെയുള്ളവരെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബഹുമാനത്തിന് യോഗ്യനാവുന്നത് ദൈനംദിന തിരഞ്ഞെടുപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വളരാത്തത് കൈമാറരുത്. ആളുകളെയല്ല, ഉയർത്തുന്നതും പ്രചോദിപ്പിക്കുന്നതും ആശയങ്ങളെ വിശകലനം ചെയ്യുന്നതുമായ സംഭാഷണങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു പഴയ പഴഞ്ചൊല്ലു പറയുന്നതുപോലെ, ചെറിയ മനസ്സുകൾ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, വലിയ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ മനസ്സുകളിൽ ഏതിനാണ് നിങ്ങൾ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതെന്ന് എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുക. വിശ്വസനീയമല്ലാത്തത്, മൂല്യം നഷ്ടപ്പെടുന്ന വാക്ക്. മറ്റുള്ളവരുടെ ബഹുമാനത്തെ മറ്റേതിനേക്കാളും വേഗത്തിൽ ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ ശീലം വിശ്വാസ്യതയുടെ അഭാവമാണ്. എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നതും എന്നാൽ പാലിക്കുന്നവർ കുറവുള്ളതുമായ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു, സഹായിക്കുമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു,
മാറുമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ സമയം വരുമ്പോൾ ഒഴികഴിവുകളും ശ്രദ്ധാശൈഥല്യങ്ങളും നിശബ്ദതയും പ്രത്യക്ഷപ്പെടുന്നു. ഇതാ ഒരു കഠിന സത്യം. നിങ്ങളുടെ വാക്കിന് അതിന്റെ മൂല്യം നഷ്ടപ്പെടുമ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെടും. വഴക്കമുള്ളതും സ്വയമേവവുമായിരിക്കുക എന്നതൊരു പുണ്യമാണെന്ന് ഞാൻ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും പിന്നീട് അവർ റദ്ദാക്കുകയും ചെയ്യും. ഞാൻ പറയും, ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാവുമെന്ന്. ആ ദിവസം ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കും. എന്നെ വിശ്വസിച്ചവർക്ക് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരു സംഭവം എനിക്ക് കാണിച്ചു തരുന്നതുവരെ. ഒരു നല്ല സുഹൃത്ത് എമിലി ആഴ്ചകളോളം അവളുടെ ജന്മദിന പാർട്ടി തയ്യാറാക്കി. അവളെല്ലാം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തു. അതിഥി പട്ടിക, അലങ്കാരങ്ങൾ, പ്രത്യേക വിശദാംശങ്ങൾ. തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, കാരണം അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തില്ല. പക്ഷേ പാർട്ടി ദിവസം ഞാൻ മറ്റൊരു പ്രവർത്തനത്തിൽ മുഴുകി. അത് മനസ്സിലാക്കിയപ്പോഴേക്കും പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ തിടുക്കത്തിലൊരു സന്ദേശം അയച്ചു. അവളുടെ മറുപടി മാന്യമായിരുന്നു, പക്ഷേ തണുത്തതായിരുന്നു. അവിടെ തന്നെ എനിക്കത് അനുഭവപ്പെട്ടു. അതെനിക്ക് നഷ്ടമായ ഒരു പരിപാടി മാത്രമായിരുന്നില്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിരുന്നു. എന്റെ വാക്കുകൾക്ക് വില കുറവാണെന്നവൾ മനസ്സിലാക്കിയതിനാൽ ബന്ധം തണുത്തു. സ്റ്റോയിക്സ് ഒരാളുടെ വാക്കിനെ പുണ്യത്തിന്റെ സ്തംഭമായി കണ്ടു. അത് ശരിയാണ്. സെനിക്ക എഴുതി, സത്യസന്ധനയായ ഒരാളുടെ പ്രതിബദ്ധതയേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ കരാറാണ്. വിശ്വാസ്യത മനോഹരമായ വാഗ്ദാനങ്ങളാൽ നിർമ്മിച്ചതല്ല, അത് ചെറിയ സ്ഥിരതയുള്ള പ്രവൃത്തികളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യസമയത്തെത്തിച്ചേരുക, സമ്മതിച്ചതുപോലെ പ്രതികരിക്കുക, സമയപരിധി പാലിക്കുക, നിങ്ങളുടെ പരിധികളെക്കുറിച്ച് സുതാര്യത പുലർത്തുക, എല്ലാറ്റിനുമുപരി നിങ്ങളോട് സത്യസന്ധത പുലർത്തുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രതിജ്ഞബദ്ധരാകരുത്. അപ്രതീക്ഷിതമായ എന്തെങ്കിലും വന്നാൽ ബഹുമാനത്തോടെയും മുൻകൂട്ടിയും ആശയവിനിമയം നടത്തുക. ആളുകൾ പൂർണ്ണത പ്രതീക്ഷിക്കുന്നില്ല, സ്ഥിരത പ്രതീക്ഷിക്കുന്നു. ഒരു പ്രൊഫഷണൽ പരിതസ്ഥിതിയിൽ വിശ്വാസ്യതയുടെ അഭാവം വിനാശകരമായിരിക്കും. നിങ്ങൾക്ക് കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ആകർഷകരുമാകാം. എന്നാൽ നിങ്ങൾ പറയുന്നത് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ അവസരങ്ങളിൽ നിന്ന് നിങ്ങൾ പതുക്കെ ഒഴിവാക്കപ്പെടും. കാരണം ദിവസം അവസാനം വിശ്വാസത്തിൽ നിന്നാണ് ബഹുമാനം ജനിക്കുന്നത്. ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ പോലും നിങ്ങളുടെ സമഗ്രതയുടെ ആവർത്തനത്തിൽ നിന്നാണ് വിശ്വാസം ജനിക്കുന്നത്. നിങ്ങളുടെ ഉത്കണ്ഠ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ ബഹുമാനം നഷ്ടപ്പെടുന്നത് വലിയ തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മൾ തിരിച്ചറിയാതെ ആവർത്തിക്കുന്ന ചെറിയ ആംഗ്യങ്ങൾ മൂലമാണ്. ഏറ്റവും നിശബ്ദവും ദോഷകരവുമായ ഒന്ന് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുക എന്നതാണ്. അത് നിസ്സാരമായ കാര്യമാണെന്ന് തോന്നുന്നു. എല്ലാത്തിനുമുപരി ആരാണത് ചെയ്തിട്ടില്ല? ചിലപ്പോൾ നമ്മൾ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ചലനാത്മകമായി പെരുമാറുന്നുണ്ടെന്നും സംഭാവന നൽകുന്നുണ്ടെന്നും നമുക്ക് തോന്നുന്നു. പക്ഷേ തടസ്സപ്പെടുത്തുന്നത് തോന്നുന്നതിനേക്കാൾ വളരെ ഭാരമുള്ളതാണ്. കാരണം നിങ്ങൾ അബദ്ധവശാൽ പോലും തടസ്സപ്പെടുമ്പോൾ നിങ്ങളൊരു അബോധാവസ്ഥയിലുള്ള സന്ദേശം നൽകുന്നു. നിങ്ങൾ ഇപ്പോൾ പറയുന്നതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് പറയാനുള്ളത്. കാലക്രമേണ ആവർത്തിക്കുന്ന ആ സന്ദേശം ബഹുമാനത്തെ ഇല്ലാതാക്കുന്നു. എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു. ഉത്കണ്ഠ, ആശയങ്ങൾ നിറഞ്ഞത്, എന്റെ മൂല്യം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. മീറ്റിംഗുകൾക്കിടയിൽ ആരെങ്കിലും അവരുടെ വാചകം പൂർത്തിയാക്കാൻ ഞാൻ കഷ്ടിച്ചനുവദിക്കുമായിരുന്നു. ഞാൻ വിയോജിക്കുന്നുവെങ്കിൽ ഞാൻ തടസ്സപ്പെടുത്തി. എനിക്കൊരു നിർദ്ദേശമുണ്ടെങ്കിൽ ഞാൻ തടസ്സപ്പെടുത്തി. എനിക്കെന്തെങ്കിലും ചേർക്കാമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ അവിടെ ഞാൻ മറ്റൊരാളുടെ ചിന്താഗതിയെ വിച്ഛേദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്റെ മാനേജർ ശാന്തമായും എന്നാൽ ദൃഢമായും എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം അവൾ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷേ അപൂർവമായി കേൾക്കാൻ തയ്യാറാണ്. അവൾ പറഞ്ഞത് ശരിയാണെന്ന് ആ വാക്കുകൾ എന്നെ മിന്നൽപ്പിണർ പോലെ ബാധിച്ചു. ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. സംസാരിക്കാനുള്ള എന്റെ ഊഴത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനൊരു പേരുണ്ട്: ഉത്സാഹത്തിന്റെ വേഷം മാറിയ അഹങ്കാരം. സ്റ്റോയിക്കുകൾ കേൾക്കുന്നതിനെ ഒരു ജ്ഞാനമായി വിലമതിച്ചു. അടിമയായി ജീവിതമാരംഭിച്ച് പുരാതന കാലത്തെ ഏറ്റവും വലിയ തത്വചിന്തകരിലൊരാളായ എപ്പിക്റ്റിറ്റസ് പഠിപ്പിച്ചു, നമുക്ക് 2 ചെവികളും ഒരു വായുമുണ്ട്, ഒരു കാരണത്താൽ: കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനും. ആ നിമിഷം മുതൽ ഞാൻ സ്റ്റോയിക് ലിസണിംഗ് എന്ന് വിളിക്കുന്നത് പരിശീലിക്കാൻ തുടങ്ങി. തടസ്സപ്പെടുത്താനുള്ള ആ പ്രേരണ അനുഭവിക്കുമ്പോൾ ഞാനൊരു ദീർഘനിശ്വാസമെടുത്ത് സ്വയം ചോദിക്കും, ഇതിപ്പോൾ തന്നെ പറയേണ്ടതുണ്ടോ, അതോ എനിക്ക് എളിമയോടെ കാത്തിരുന്ന് അവസാനം വരെ കേൾക്കാൻ കഴിയുമോ? മനോഭാവത്തിലെ ഈ ലളിതമായ മാറ്റം ആളുകൾ എന്നെ കാണാൻ തുടങ്ങിയ രീതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. യഥാർത്ഥ ശ്രവണം നിഷ്ക്രിയതമല്ല, ശക്തിയുടെ അടയാളമാണ്. ഞാൻ കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവനും കൂടുതൽ വിശ്വസനീയനും കൂടുതൽ സമതുലിനനുമായ ഒരാളായി മാറി. നിങ്ങൾക്ക് ബഹുമാനം നേടണമെങ്കിൽ മനഃപൂർവമായ നിശബ്ദത ശീലിക്കുക.
ശ്രദ്ധയോടെ കേൾക്കുക, മറ്റേയാൾ പൂർത്തിയാക്കട്ടെ. കാരണം നിങ്ങൾ സാന്നിധ്യത്തോടെ കേൾക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഇക്കാലത്ത് അപൂർവമായ എന്തെങ്കിലും നേടുകയും ചെയ്യുന്നു. പരിഗണന: നെഗറ്റീവ് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുമ്പോൾ അമിതമായി പരാതിപ്പെടുക. ഗതാഗതം, ബോസ്, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് നാം എല്ലാവരും പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെടുന്നത് ഒരു റിലീസ് വാൽവ് പോലെയാണ്, മിക്കവാറും ഒരു ചികിത്സാ വായുസഞ്ചാരം പോലെയാണ്. എന്നാൽ പരാതിപ്പെടുന്നത് ഒരു ശീലമായി മാറുമ്പോൾ അതൊരാശ്വാസമാകുന്നത് നിർത്തുകയും ഒരു ഭാരമായി മാറുകയും ഏറ്റവും മോശം ഭാഗം നിങ്ങൾ പരത്തുന്ന ഒരു ഭാരമായി മാറുകയും ചെയ്യുന്നു. നിരന്തരമായ പരാതി നിങ്ങളുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യുന്നു. കൃത്യമായി എന്തുകൊണ്ടെന്നറിയാതെ ആളുകൾ അകന്നുപോകാൻ തുടങ്ങുന്നു. നിങ്ങളൊരു മോശം വ്യക്തിയായതുകൊണ്ടല്ലാതെ, നടപടിയെടുക്കാതെ എന്താണ് തെറ്റ് എന്ന് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളിന്റെ കൂടെയുള്ളത് ഊർജം ചോർത്തുന്നതുകൊണ്ടാണിത്. ഞാനും ഈ ചക്രത്തിലൂടെ ജീവിച്ചിട്ടുണ്ട്. എല്ലാം പരാതിപ്പെടാനൊരു കാരണമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഴ പെയ്താൽ ഞാൻ പരാതിപ്പെട്ടു, ചൂടാണെങ്കിൽ ഞാൻ പരാതിപ്പെട്ടു. ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യവും ആത്മാർത്ഥതയുമുള്ള ഒരു സുഹൃത്ത് എന്നോട് പറയുന്നതുവരെ ഞാൻ ദിവസങ്ങളോളം അതിൽ മുഴുകിക്കൊണ്ടിരുന്നു. മനുഷ്യ, നിനക്ക് ഒന്നും ഒരിക്കലും മതിയാകില്ലെന്ന് തോന്നുന്നു. നീയതെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നിമിഷം ഞാൻ പ്രതിരോധത്തിലായി. പക്ഷെ ആ വാക്കുകൾ ദിവസങ്ങളോളം പ്രതിധ്വനിച്ചു. അവ സത്യമായതിനാൽ അവ വേദനിപ്പിച്ചു. ഇരയുടെ റോളുമായി ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഇരയായി ജീവിക്കുന്നതിന്റെ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപേക്ഷിക്കുന്നു എന്നതാണ്. സ്റ്റോയിക്കുകൾ നമ്മെ അടിസ്ഥാനപരമായ ഒന്ന് പഠിപ്പിക്കുന്നു: യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരാതിപ്പെടരുത്. നിങ്ങളുടെ പരിധിയിലുള്ളതിനെ രൂപാന്തരപ്പെടുത്തുക, ഇല്ലാത്തതിനെ ശാന്തതയോടെ സ്വീകരിക്കുക. ഇതാണ് സ്റ്റോയിസിസത്തിന്റെ സത്ത. നിങ്ങൾ വിലപിക്കുന്നതുകൊണ്ട് മഴ നിലയ്ക്കില്ല. നിങ്ങൾ വീർക്കും പൊട്ടുകയും ചെയ്യുന്നതിനാൽ ഗതാഗതം വേഗത്തിൽ നീങ്ങില്ല. എന്നാൽ ഞാൻ എന്നെത്തന്നെ നിരീക്ഷിക്കാനും പരാതിക്കു പകരം പ്രവൃത്തിയോ സ്വീകാര്യതയോ ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ എല്ലാം മാറ്റാൻ കഴിയുന്ന നിങ്ങളുടെ മനോഭാവം എല്ലാം മാറി. പരിസ്ഥിതി മോശമാണെങ്കിൽ ഞാൻ പോയി. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഞാനൊരു പഠനം തേടി. പരിഹാരമില്ലെങ്കിൽ ഞാനൊരു ദീർഘനിശ്വാസമെടുത്ത് മുന്നോട്ടുപോയി. ഇതെന്നെ ഒരു അന്ധശുഭാപ്തി വിശ്വാസിയാക്കിയില്ല. അതെന്നെ ഭാരം കുറഞ്ഞവ. എന്റെ ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്നറിയണോ? ചിന്തിക്കുക. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ചോ പരിഹാരങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സംഭാഷണങ്ങൾ നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നുണ്ടോ അതോ നിങ്ങളെ തളർത്തുന്നുണ്ടോ? നന്ദിയുള്ളവരായിരിക്കുകയോ ശീലമില്ലാതെ പരാതിപ്പെടുകയോ ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? മനസ്സ് ഒരു റഡാർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളത് കണ്ടെത്താൻ പരിശീലിപ്പിക്കുന്നത് അത് കണ്ടെത്തുന്നു. നിങ്ങളൊരു നെഗറ്റീവ് വീക്ഷണം വളർത്തിയാൽ ലോകം കുഴപ്പങ്ങൾ പോലെ തോന്നുന്നു. നിങ്ങളൊരു സൃഷ്ടികരമായ വീക്ഷണം പരിശീലിക്കുകയാണെങ്കിൽ മുൻപ് തടസ്സങ്ങൾ മാത്രമുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങൾ വഹിക്കുന്ന വൈബ്രേഷനിൽ നിന്നാണ് ബഹുമാനവും ജനിക്കുന്നത്. എപ്പോഴും പരാതികളിൽ മുഴുകിത്താഴുന്ന ഒരാളെ ആരും ബഹുമാനിക്കുന്നില്ല. അതിനാൽ ഇന്നുമുതൽ പരാതിപ്പെടാനുള്ള പ്രേരണ അനുഭവപ്പെടുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക: ഇതെന്റെ നിയന്ത്രണത്തിലാണോ? അതേയെങ്കിൽ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ അംഗീകരിക്കുക. ഈ ലളിതമായ ചോദ്യം അച്ചടക്കത്തോടെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഊർജ്ജത്തെയും സ്വതന്ത്രമാക്കും. നിങ്ങളിത് ഇതുവരെ നേടിയിട്ടുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. ഉള്ളിലേക്ക് നോക്കാൻ ഏറ്റവും കഠിനമായ ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഇത് കാണിക്കുന്നു. കാരണം മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്നത് ആഴമേറിയ ഒന്നിൽ നിന്നാണ്. സ്വയം ബഹുമാനിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ പ്രതിച്ഛായയെ നിശബ്ദമായി തകർക്കുന്ന 4 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഗോസിപ്പ് മറ്റുള്ളവർ നിങ്ങളിൽ പുലർത്തുന്ന വിശ്വാസത്തെ നശിപ്പിക്കുന്നു. വിശ്വസനീയമല്ല, നിങ്ങളുടെ വാക്കിന്റെ മൂല്യം തകർക്കുന്നു. തടസ്സപ്പെടുത്തുന്നത് അഹങ്കാരവും അക്ഷമയും പ്രകടിപ്പിക്കുന്നു. അമിതമായി പരാതിപ്പെടുക ആളുകളെ അകറ്റുകയും നിഷേധകതയിൽ കുടുക്കുകയും ചെയ്യുന്നു. നല്ല വാർത്ത: ഈ ശീലങ്ങളെല്ലാം സ്റ്റോയിക് അച്ചടക്കം, സജീവമായ ശ്രവണം, സത്യസന്ധത, ബോധപൂർവമായ പ്രവൃത്തി എന്നിവയിലൂടെ മാറ്റിസ്ഥാപിക്കാം എന്നതാണ്. മാർക്കസ് ഔറേലിയസ് എഴുതി, പരിഹാരം വേദിക്കുന്നവനിൽ നിന്നും വ്യത്യസ്തനാകുക എന്നതാണ് ഏറ്റവും നല്ല പ്രതികാരം. ബഹുമാനം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തനാകുക, വിശ്വാസം, സമാധാനം, സാന്നിധ്യം പ്രചോദിപ്പിക്കുന്ന ഒരാളായിരിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു ചുവടുവെച്ച് മുന്നേറിയാൽ, ഒരു ശീലം മാത്രം മുന്നോട്ടുവെച്ചാൽ, ലോകം നിങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിൽ സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒരു മാറ്റം നിങ്ങൾ കാണും. ഇപ്പോൾ ഈ 4 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് എന്നെന്നോട് പറയൂ. താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഞാൻ ബഹുമാനത്തിന് അർഹനാകാൻ ഇരഞ്ഞെടുക്കുന്നു എന്ന വാചകം വിടുക. ഏത് ശീലമാണ് നിങ്ങൾ രൂപാന്തരപ്പെടുത്താൻ തയ്യാറെന്ന് എന്നോട് പറയൂ. ഇത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന ഈ വളർച്ചയുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് കേൾക്കേണ്ട ഒരാളുമായി പങ്കുവയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തത്വചിന്ത കേവലം സിദ്ധാന്തമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്.
അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓർമ്മിക്കുക, നിങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഊർജ്ജത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. എന്താണ് നിർമ്മിക്കുന്നത് അത് കൊണ്ടുവരിക, ബാക്കിയുള്ളത് പിന്നിൽ ഉപേക്ഷിക്കുക.